കർത്താവിന്റെ ദാസനെ ഞങ്ങൾ അങ്ങേക്ക് വന്ദനം ചെയ്യുന്നു. ഞങ്ങളുടെ കൈകളെ ഉയർത്തി യഹോവ സമാധാനം ഹല്ലേലൂയ പറഞ്ഞ് ഞങ്ങൾ അവിടുത്തെ സ്വാഗതം ചെയ്യുന്നു. മുന്നോട്ടുള്ള സമയങ്ങൾ അവിടുത്തേക്കുള്ളതാണ്. കർത്താവ് നൽകുന്നത് വചനം എന്ത് തന്നെ ആയിരുന്നാലും ഞങ്ങളുടെ മധ്യത്തിൽ പ്രസ്താവിക്കാനുള്ള പൂർണ്ണ ഹല്ലേലൂയ സ്വാതന്ത്ര്യമുണ്ട്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു സെക്കൻഡ് ഞാൻ കൂടെ Praise the Lord. ജയ മസീഹ്. കരങ്ങളെ ഉയർത്തി നിങ്ങളുടെ റൂമിൽ ഇരുന്നൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. अपने हाथ उड़ाकर जहां आप बैठे वहां बैठकर प्रभु को एक बार स्तुति कर पाए. Praise the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु की पवित्र नाम को महिमा मिलने पाए. എന്റെ പേര് പാസ്റ്റർ പറഞ്ഞു. എന്റെ പേര് സാം. ഞാൻ പുനലൂരിലാണ് എന്റെ സ്വദേശം. ഞാൻ എന്റെ ബിഡി പഠനശേഷം യുപിയിലും എനിക്ക് പ്രവർത്തിപ്പാൻ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ബുന്ദേൽഖണ്ഡ് റീജിയനിൽ ചിത്രകൂട്ടില് ഒരു വർഷം ഞാൻ അവിടെ പ്രവർത്തിപ്പാൻ അദ്ദേഹം സഹായിച്ചു. അതിനുശേഷം എന്റെ പപ്പയുടെ മരണത്തോടെ നാട്ടിൽ കടന്നു വന്നു. പിന്നെ ഞാൻ ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്തു, MTH പഠിച്ചു. അതിനുശേഷം ഞാൻ സെമിനാരിൽ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. मैं पहले यूपी में गुंडलकट जगह पर प्रभु की सेवा करते थे. उसके बाद मेरा पिताजी की मृत्यु हुआ, तब मेरे को केरल वापस आना पड़ा. उसके बाद मुझे MDH मास्टर डिग्री जो थियोलॉजी का है उसको लेने का मौका मिला. अभी मैं बाइबल सेमिनारी में एक वेदाध्यापक है और उसके साथ प्रभु की कलसिया का सेवा भी करते हैं. ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ദൈവവചനവുമായി നിൽപ്പാൻ ദൈവം സഹായിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അവരെല്ലാം ചേർന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. आपके बीच में आज वचन बोलने के लिए सर्वशक्तिमान परमेश्वर ने मेरे जीवन में ये अवसर दिया. मैं बहुत आभारी हूँ. आज जो लोग भी ये वचन सुन रहे सब लोग प्रभु को, आप ये कौन विश्वास करता है कि आज प्रभु मुझसे बात करेगा? सभी लोग अपने हाथ उठाकर परमेश्वर को ഹല്ലേലൂയ ഹല്ലേലൂയ बोलेंगे, धन्यवाद बोलेंगे. ഹല്ലേലൂയ ഹല്ലേലൂയ. ചുരുക്ക സമയങ്ങൾക്കുള്ളിൽ ആണല്ലോ നമുക്ക് മുമ്പിലുള്ളത്. നമ്മൾ വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. ഞാൻ എന്റെ അനുഭവങ്ങളൊന്നും പറയുന്നില്ല, വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം. पहला तेसलोनिकी 2 अध्याय उसका 13वां वचन पढ़ेंगे. पहला तेसलोनी उसका 2 अध्याय उसका 13वां वचन पढ़ेंगे. इसलिए हम भी परमेश्वर का धन्यवाद निरंतर करते रहे कि जब हमारे द्वारा परमेश्वर के सुसमाचार का वचन तुम्हारे पास पहुंचा तो तुमने उस मनुष्यों का नहीं परंतु परमेश्वर का वचन समझकर ग्रहण किया और वो तुम विश्वासियों में जो विश्वास रखते हैं प्रभावशील हैं. आमीन आमीन. तो तुम के उस मनुष्यों का नहीं परंतु परमेश्वर का वचन सुनकर, प्रेज द लॉर्ड, നിങ്ങൾ സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് കൈക്കൊണ്ടതിനാൽ ഞാൻ നിങ്ങളെ ഇടപെടാതെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം. നിന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം സംസാരിപ്പാനിടയിൽ കൃപ പകരണമേ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കൃപ നിന്റെ മക്കളുടെ മേൽ ചൊരിയണമേ. നിന്റെ മക്കൾ ഏതെങ്കിലും ആവശ്യത്തോടെ ഇരിക്കുന്നെങ്കിൽ, ആ ആവശ്യബോധത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവം ഇന്ന് രാത്രി ആ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവസാന്നിധ്യത്തിനായി സ്തോത്രം. രാത്രിയിൽ ദൈവം പ്രവർത്തിക്കണമേ. ദൈവം അത്ഭുതങ്ങളെ ചെയ്യണമേ. വീര്യപ്രവൃത്തികളെ ദൈവം ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വചനം നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ ലേഖനത്തിന്റെ ആദ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ പോർഷനാണ് നമ്മൾ വായിച്ചത്. ആ ഭാഗം ഞങ്ങൾ പ്രസംഗിച്ച ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ടു, സാക്ഷാൽ വചനമായിട്ടല്ല. ഹല്ലേലൂയ. പറയുന്നത് ആകുന്ന പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ അത് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അത് വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. परमेश्वर का पवित्र वचन आज भी हमारे बीच में प्रभावशाली बनते रह रहा है. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോട് രാത്രിയിൽ
നിങ്ങൾ ഏതെങ്കിലും ആവശ്യബോധത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ വന്ന് മുട്ടുമടക്കിയത് കർത്താവിൽ നിന്ന് പ്രാപിക്കാനാണെങ്കിൽ, ഒരു ആത്മീയ തലത്തിന്റെ അടുത്ത ലെവലിലേക്ക് നീ കയറാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അതെങ്കിൽ നിന്റെ ഭവനത്തിന്റെ പ്രയാസത്തിനകത്ത് അല്ലെങ്കിൽ ദൈവമേ എനിക്കൊരു വഴി കാണിച്ചു തരണമേ എന്ന് നീ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ നീ ദൈവത്തിന്റെ വചനം ഞാൻ പ്രസംഗിക്കുമ്പോൾ നീ അത് വിശ്വാസത്തോടെ ദൈവവചനമായി സ്വീകരിച്ചാൽ, ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം കാണുവാൻ ദൈവമിടയാക്കും. हालेलुया। आज जो वचन जो मैं आपके बीच में बांटा जा रहा है, वो वचन को अगर आप कोई भी जरूरत के मुताबिक जीवन की कोई भी हालेलुया चाहत की कोई मुश्किल परिस्थिति को, जीवन की कोई आवश्यकता का सामने अगर आज आप है, अगर आज आप उसको परमेश्वर की पवित्र वचन के अनुसार अगर वो स्वीकार करेगा, तो जैसे हालेलुया थिस्सलुनीके कलीसिया में प्रभु की वचन की प्रभावशाली जिस तरीके से हुआ, उसी तरीके से आपकी जीवन की जरूरत के ऊपर भी वो वचन प्रभावशाली होगा, कार्य करेगा। നിങ്ങൾ ദൈവത്തിന്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ കൈയടിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രേരണ ഉണ്ടെങ്കിൽ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നൃത്തം ചെയ്യാൻ നിങ്ങൾക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി കൊടുക്കാം. ദൈവം നിങ്ങളെ പ്രേരിപ്പിക്കുന്നതിനനുസരിച്ച് സ്വീകരിക്കുക. ഈ വചനത്തെ ഇന്ന് രാത്രി നീ സ്വീകരിക്കാൻ തയ്യാറാകട്ടെ. हालेलुया। जैसे वचन बोलते बीच में जिस तरीके से परमेश्वर की आत्मा आपको प्रेरणा देता है, उस तरीके जैसे ताली बजाना है या हालेलुया नाचना है, गीत गाना है, जहां आप बैठा उस तरीके से प्रभु को आप धन्यवाद करें और प्रभु के सामने होने पाए। പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയോട് പറഞ്ഞത് എന്റെ വചനം പോലെ അല്ല, പൗലോസ് പറയുന്നത് പോലെ അല്ല. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അത് സ്വീകരിച്ചത് വെറും ഒരു പൗലോസ് പറഞ്ഞതുപോലെ അല്ല, പക്ഷേ യഥാർത്ഥമാകുന്ന ദൈവവചനമാകിയാൽ അവരത് സ്വീകരിച്ചത് കൊണ്ട്, അവരുടെ ഹൃദയത്തിലേക്ക് ആ വചനത്തെ സ്വീകരിച്ചത് കൊണ്ട് അവരുടെ ഹൃദയത്തിൽ അത് വ്യാപരിച്ചുകൊണ്ടേയിരുന്നു. हालेलुया। यहाँ थिस्सलुनीके कलीसिया को पौलुस बोलता है, मैंने तुम्हारे बीच में वचन की गवाही बना, लेकिन वो मेरी आवाज की जैसा नहीं, परमेश्वर की आवाज, परमेश्वर का वचन जैसा तुम लोगों ने उसको स्वीकार किया, इसलिए मैं परमेश्वर को लगातार स्तुति कर रहा हूं। വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കുന്നു. विश्वास करने वाला लोगों के बीच में वो प्रभावशाली है। നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിന്റെ ദൂത് നിങ്ങളോട് നേരത്തെ ദൈവത്തിന്റെ ദാസൻ അറിയിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ദൈവവചനം ധ്യാനിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂത് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത് അടിയുറച്ച് വിശ്വസിച്ചാൽ അത് നിങ്ങളുടെ ഹൃദയത്തിൽ അത് വ്യാപരിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ അത് പൂർത്തീകരണത്തിൽ എത്താതെ അത് മടങ്ങിപ്പോകത്തില്ല. അത് സത്യം തന്നെ. ദൈവം നിനക്ക് സ്വർഗത്തിൽ നിന്നൊരു വചനം അയച്ചാൽ അത് ഭൂമിയിൽ വന്ന് നിവർത്തീകരിച്ചിട്ടല്ലാതെ അത് മടങ്ങിപ്പോകയില്ലെങ്കിൽ, ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരേ ആ ദൈവശക്തി അത്യന്ത ശക്തിയോടെ ഇറങ്ങി വരുന്നു. हालेलुया। अगर आपने पहले कोई वचन सुना हो या आपने वचन ध्यान करते वक्त प्रभु की आत्मा आपसे बात किया हो या कोई भविष्यवाणी आप सुना हो, अगर आप उस वचन के ऊपर अब विश्वास कर हालेलुया उस पर प्रार्थना करेगा, तो जैसे लिखा है परमेश्वर की वचन हालेलुया अपनी कार्य करके वापस आता है, उसी जैसा जो वचन आपको दिया गया है वो आपका जीवन में कार्य कर हालेलुया आपकी जीवन की जरूरत को, आपकी जीवन की जो भी समस्या है वो समस्या को पूरा कर हालेलुया वो वचन हालेलुया आपके जीवन में अद्भुत कार्य करेगा करके बता रहा है। വിശ്വാസത്തിന്റെ രണ്ട് തലമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒന്ന് ദൃശ്യമണ്ഡലം, രണ്ട് അദൃശ്യമണ്ഡലം. विश्वास का दो तल है जो मैं आपसे सामने प्रचार करना चाहता हूं। एक है देखी चीज, एक है जो अनदेखी चीज। നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതാണ് പ്രത്യക്ഷത്തിൽ കാണുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരു എക്സ്റേ എടുക്കുന്നു, ഡോക്ടർ നിങ്ങളെ മെഡിസിൻസ് കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു മുഴ കാണിക്കുന്നു, ശരീരത്തിലെ പ്രശ്നങ്ങൾ കാണിക്കുന്നു, അതാണ് നിങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുന്നത്. അതിന്റെ അപ്പുറത്തുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. നിങ്ങൾ കണ്ണുകൊണ്ട് വിശ്വാസത്താൽ കാണുന്നത്, എന്റെ യേശു എന്റെ കാൽവരി കുരിശിൽ മരിച്ചത് നീ വിശ്വാസത്താൽ കാണുന്നു. എന്റെ യേശു എനിക്ക് വേണ്ടി
മുറിവുകൾ ഏറ്റത്, അവൻ ആണിപ്പഴുതുകളാൽ കാൽവരിയിൽ എനിക്ക് വേണ്ടി മരിച്ചത്, എന്റെ രോഗത്തെ എടുത്ത് വഹിച്ചത്, എന്റെ ശാപത്തെ എടുത്ത് വഹിച്ചത്, എന്റെ കുടുംബത്തെ എടുത്ത് വഹിച്ചത് അവൻ. നീ വിശ്വാസത്തെ ദർശിക്കുമ്പോൾ ഹല്ലേലൂയ പ്രത്യക്ഷത്തിൽ കാണുന്നവ നിന്റെ ശരീരത്തിൽ നിന്ന് മാറുവാൻ, നിന്റെ അവസ്ഥകൾക്ക് വ്യതിയാനം വരുത്തുവാൻ ആ ദൈവശക്തിക്ക് കഴിയും. അത് നീ കാണുന്നില്ലെങ്കിലും പിന്നീട് നീ അനുഭവിക്കുവാൻ തീരും. ഞാൻ സിമ്പിൾ ആയിട്ടൊന്നും പറയട്ടെ, മെഡിസിനിൽ കാണിക്കുന്നത് ഇപ്പൊ പ്രത്യക്ഷമായതും ദൃശ്യമണ്ഡലത്തിൽ അതാണ്, അദൃശ്യമണ്ഡലത്തിൽ കാണുന്നതാണ് വിശ്വാസം. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് നീ വിശ്വാസത്താൽ എനിക്കില്ല എന്ന് നീ വിശ്വസിക്കുമ്പോൾ അത് ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേൽ വന്ന് വ്യാപരിക്കുവാൻ ഇടയായിത്തീരും. हालेलुया। हम लोग जो देखी चीज है, जो जो आपकी शरीर का अलग अलग तरीके का बीमारियों को एक्सरे के द्वारा हो, स्कैनिंग के द्वारा हो, डॉक्टर आपको बताता है। और दूसरा है जो आपके जीवन में जो कमी गड्डी है, जो जीवन में परेशानियां हैं, वो आप अपनी आंखों से देख रहा है। लेकिन विश्वास, अनदेखी चीज क्या है? वो है विश्वास। विश्वास के बारे में लिखा है, विश्वास आशा की वस्तुओं का निश्चय और अनदेखी वस्तुओं का प्रमाण है। जब आप विश्वास करते हो तो जो आप देखी नहीं, जो हालेलुया प्रभु पर विश्वास करके जब आप प्रार्थना करते हो, तब आपके जीवन में हालेलुया अद्भुत कार्य आपके जीवन में अद्भुत कार्य होते हैं, आपके जीवन में चमत्कारी होते हैं। हालेलुया प्रभु आपकी जीवन की जो भी समस्याएं हैं वो दूर करते हैं। वो है अनदेखी चीज। യേശു പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവൻ ഞാനുണ്ട്. हालेलुया। यीशु ने बोला, जहां 2 या 3 लोग मेरे नाम पर इकट्ठे होते हैं, उनके बीच में मैं हूं। ആ നിങ്ങൾ ദൈവം പറയുമ്പോൾ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നില്ല യേശുവിനെ, പക്ഷെ നീ ദൈവസന്നിധി മുട്ടുമടക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കുന്ന ഈ നിമിഷം അല്ലെങ്കിൽ അവന്റെ സാന്നിധ്യം നമ്മുടെ മുറികളിൽ, നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്നു. നീ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും അത് സത്യം തന്നെ, അവൻ ഇറങ്ങി വരുന്നുണ്ട്. हालेलुया। जब आप प्रार्थना के लिए घुटना टेकता है, जब आप कुटुंब में बैठे रहते हैं, प्रभु की महिमा करते हैं, तब प्रभु की उपस्थिति आपके बीच में आते हैं। हालेलुया। लेकिन आप देख नहीं रहा है, वो है अनदेखी। आपको विश्वास करना है, जैसे प्रभु की वचन बोला उसी जैसा आपको विश्वास करेगा तो आपका जीवन के हर एक बात पर प्रभु की उपस्थिति होगा, उस पर कार्य होगा। ഇന്ന് രാത്രികാലം നീ വിശ്വാസത്തോടെ ദർശിക്ക്, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. आज रात को आप विश्वास के साथ हालेलुया आप दर्शन देखो, यीशु आज रात को मेरे लिए कार्य करने जा रहा है। ഇന്ന് ദൈവത്തിന്റെ വചനം നീ ഏറ്റെടുത്ത് യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നു. हालेलुया। यीशु का नाम में आप वचन को अपने जीवन में स्वीकार करो और बोलिए, यीशु मेरे जीवन में कार्य करने जा रहा है। ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അത് 100% വിളയണമെങ്കിൽ, അത് 100% വന്ന് സത്യമായി വന്ന് ഫലിക്കണമെങ്കിൽ ചില കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. हालेलुया। आपका जीवन में परमेश्वर की पवित्र वचन अगर 100% अगर आपके जीवन में अगर कार्य करना है तो आपको हालेलुया कुछ कार्यों को आपका जीवन में करना पड़ेगा। നിങ്ങൾ വെറുതെ ഇങ്ങനെ കേട്ട് മാത്രം പോയാ പോരാ. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, हालेलुया। आप सिर्फ सुनकर जाने से नहीं होगा। यीशु ने इस तरीके से बोला, വചനം വിളിച്ച് യേശു ഒരു ഉപമയിലൂടെ ലളിതമായി മനുഷ്യന് മനസ്സിലാകത്തക്ക രീതിയിൽ യേശു ഒരു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ വിത്ത് കൊണ്ട് പുറപ്പെട്ടു, വിതപ്പാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. हालेलुया। यीशु ने एक बोने वाला की रीति से एक उपमा को एक कहा है। उदाहरण के तौर पर यीशु ने बोला, बोने वाला निकल गया, जब बोते वक्त कुछ रास्ते पर गिरा, कुछ पथरीली भूमि पर गिरा, कुछ कांटों के बीच में गिरा, हालेलुया, कुछ हालेलुया सही भूमि पर गिरा। ഒന്നോ പറഞ്ഞു വഴിയിൽ വീണത്, ആ വചനം വീണു, വിത്ത് വീണു. വിത്തിനെ വചനമായിട്ട് യേശുക്രിസ്തു പറയുന്നു, അതിനകത്ത് വെളിപ്പെടുത്തുന്നു. വചനം വീണ ഉടനെ വന്ന് പറവ എടുത്തോണ്ട് പോയി. സാത്താൻ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? വചനം
അവർ സ്വീകരിച്ചു. പക്ഷേ സാത്താൻ എന്ത് ചെയ്തു? അത് എടുത്തുകൊണ്ടുപോയി. അത് വ്യാപരിക്കാനായിട്ട് അത് ശരീരത്തിന്റെ മേലെ ഏറ്റെടുത്തിട്ട് അതങ്ങോട്ട് വ്യാപരിക്കാൻ സമ്മതിച്ചില്ല. അത് അവന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ സമ്മതിച്ചില്ല. അത് വചനം വിളഞ്ഞില്ല. വചനം വീണപ്പോഴേ അത് സാത്താൻ വന്ന് കൊത്തിക്കൊണ്ടുപോയി. जो रास्ते में जो गिरा था, जो बीज है, जैसे गिराया थोड़ी देर के बाद वो पक्षियां आकर उसको लेकर चला गया। मतलब है जो व्यक्ति वचन सुनते हैं वो उनके अंदर थोड़ी देर रहा, उसके बाद शैतान इसको निकाल दिया, उसके अंदर कार्य करने नहीं दिया, उनके अंदर उसको बंद कर दो, उसको कार्य होने नहीं दिया, वो फलवंत होने नहीं दिया। क्योंकि वो इसलिए फलवंत होने नहीं पाया, शैतान उसको लेकर चला गया। രണ്ടാമത്തെ ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പാറ സ്ഥലത്ത് വീണു. പക്ഷെ വീണു, വിത്ത് വീണു, വചനം വീണു. പക്ഷേ എന്ത് ചെയ്തു? വേരങ്ങോട്ട് ആഴത്തിൽ ഇറങ്ങിയില്ല. അത് തന്നെ അവന്റെ ശരീരത്തിൽ അത് വ്യാപരിച്ചില്ല. വിശ്വസിച്ചത് അങ്ങോട്ട് ഇറങ്ങുവാൻ സമ്മതിച്ചില്ല. വെയില് തട്ടിയപ്പോഴത്തേക്കും എന്തുവാ വെയില് തട്ടിയത്? പറഞ്ഞത് ഉപദ്രവമോ പീഡയോ യേശുവിന്റെ നാമത്തിൽ ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ ഇതെല്ലാം വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? വചനം അങ്ങോട്ട് അകത്തോട്ട് ഉറക്കാകയാൽ എന്ത് ചെയ്തു? അത് വിളഞ്ഞില്ല, നശിച്ചുപോയി. वहां थी दूसरी जगह पर गिरा था, पथरीली भूमि पर। पथरीली भूमि पर जो बीज गिरा था, उस समय क्या किया? वो कार्य होने नहीं हो पाया। वो वजन क्या हुआ? थोड़ी देर रहा, उसके बाद धूप लग गया। धूप का मतलब क्या है? हालेलुया, दुनिया, हालेलुया, अलग अलग तरीके का जीवन का परेशानियां, दुख की बातें आकर वो वजन को वहां कार्य होने नहीं दिया। वो वचन उनके जीवन से हमेशा के लिए निकल गया। മൂന്നാമത് പറഞ്ഞത് വിത്ത് മുള്ളിനിടയിൽ വീണു. അവിടെ പറഞ്ഞത് മുള്ള് വളർന്നപ്പോ എന്ത് ചെയ്തു? ഇതും വളർന്നു. പക്ഷെ അതെന്ത് ചെയ്തു? ഇതിനെ ഞെരുക്കി കളഞ്ഞു. അത് ഇല്ലാതായി. എങ്ങനാ? ധനത്തിന്റെയും മോഹത്തിന്റെയും ധനത്തിന്റെ വഞ്ചനയും മറ്റുള്ള പല മോഹവും കടന്ന് ദൈവവചനത്തിന് വളരാൻ കഴിയാതെ നശിച്ചു പോകുന്ന അവസ്ഥ. ദൈവത്തിൽ വളരാൻ കഴിഞ്ഞില്ല, ആത്മീയതയിൽ ഉന്നമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല, ദൈവവചനം സ്വീകരിച്ചത് അങ്ങോട്ട് വളരാൻ ഇടയായിത്തീർന്നില്ല. ഉള്ളിന്റെ ചിന്തകളാൽ അവർ മാറിപ്പോയി. ആ വചന വളരുന്നത് അത് നിവർത്തീകരണത്തിലേക്ക് എത്തിയില്ല, നശിച്ചു പോകാനേ തീർന്നു. तीसरी जो बीज है कांटों के बीच में गिरा, वहां गिरा तो है, लेकिन वहां वो बीज बढ़ने लगा, कांटा भी बढ़ने लगा। लेकिन जब फलवन की तरफ आए तो जो कांटाएं हैं उसको हालेलुया दबा दिया। हालेलुया, वो फलवंत होने नहीं दिया। मतलब दुनिया का हालेलुया चिंताएं, धन की लाभ है, हालेलुया, ये सब हालेलुया, ये वचन को जो अंदर प्रवेश किया, वचन को दिक्कत करने की वजह से प्रभु के लिए 100% काम करने नहीं पाया। हालेलुया, प्रभु का इच्छा को पूरा नहीं कर पाया। यही है परमेश्वर का पवित्र वचन कहता है। हालेलुया, कांटों का हालेलुया जो बीच में गिरा हुआ वचन അടുത്ത നല്ല നിലത്ത് വീണു. നല്ല നിലം നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ ഇവിടെ കേരളത്തിൽ പാടമുണ്ട്, നോർത്ത് ഇന്ത്യയിലും പാടമുണ്ട്, വയൽപ്പാടങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം വയൽ ഒരുക്കുന്നത് അല്ലെങ്കിൽ ഉഴുതു മറിച്ച്, അല്ലെങ്കിൽ കാളയെ കൊണ്ടുവന്ന് ഉഴുതു മറിച്ച്, കലപ്പ കൊണ്ട് ഉഴുതു മറിച്ചിട്ട് അതിനകത്തെ മുള്ളും മറക്കാരെ എല്ലാം വാരിക്കളഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിനകത്തുള്ള കല്ലുകളും മുള്ളുകളും പാറക്കാരെ എല്ലാ സാധനവും മാറ്റിക്കഴിഞ്ഞിട്ട് വെള്ളം വെച്ച് ഉഴുതു മറിച്ച് വെള്ളം ഇറക്കി വിട്ട് നല്ല നിലമാക്കിയതിന് ശേഷമാണ് വിത്ത് അങ്ങോട്ട് പാകുന്നത്. അങ്ങനെ പാകുന്ന വിത്ത് സമയമാകുമ്പോൾ 30, 60, 100 മേനിയായി വിളയും. हालेलुया, आप जानते हैं जो चौथा बीज गिरा था तो अच्छे भूमि पर, आप जानते हैं अच्छे भूमि का मतलब क्या है? हालेलुया, वहां अच्छे पौधे होगा, सब कुछ होगा, मोटापन हालेलुया दृढ़ वाला होगा, पानी का कमी। लेकिन कृषक, खेती करने वाला क्या करता है? उसको अच्छे से हालेलुया उसको जमीन को उखाड़ता है, अच्छे से एकदम सुंदर बनाता है। जगह को एकदम हालेलुया सुंदर बनाने के बाद हालेलुया बो लेते हैं। हालेलुया, उस समय देखना जो अच्छे भूमि पर गिरा हुआ बीज हालेलुया 30 गुना, 60 गुना, 100 गुना फल आना शुरू हो जाता है, क्योंकि उसके लिए थोड़ा मेहनत करना पड़ता है।
ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവവചനം നിങ്ങളോട് ദൂതറിയിച്ചിട്ട്, ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിച്ചിട്ട് ആ വാഗ്ദത്തം ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരണത്തിലേക്ക് എത്തിയില്ല എങ്കിൽ, എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയതിനെ ഒന്ന് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ വചനം ഇതിന് വീഴാനായിട്ട് ഇന്ന് രാത്രിയിലും ഈ ദൈവത്തിന്റെ വചനം നീ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ, നിന്റെ ഹൃദയത്തിലെ മുള്ളും പറക്കാരെയും വിഷവും പാറക്കല്ലും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്തതും അതിലുള്ള എല്ലാപരമായ എല്ലാ മുള്ളുകളെയും എല്ലാ പറക്കാരകളെയും എല്ലാ പാറയെയും ഒന്ന് നിന്റെ ജീവിതത്തിനകത്ത് നിന്ന് മാറ്റിയിട്ട് അസൂയയും കുശുമ്പിനെയും പുന്നായ്മയെയും ദുഷ്ടതയെയും കളവിനെയും ചതിയെയും സകല വഞ്ചനയെയും ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് നല്ല നിലം നീ ഒരുക്കിയാൽ വിളയും 100, 60, 30 മേടിയായത് വിളയും. ഹല്ലേലൂയ. ഇത് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി അത്യന്ത ശക്തിയോടെ വെളിപ്പെടാൻ തയ്യാറാണ്. നിന്റെ ഹൃദയം നീ ഒരുക്കട്ടെ. हालेलुया। हम देखे हैं जब सही भूमि पर गिरा हुआ जो बीज है, हालेलुया, फलवंत आता है हमारे जीवन में। हालेलुया, जब परमेश्वर की हालेलुया वचन जब हमारे जीवन में हालेलुया होने के बाद, जैसे कांटों का दायरा चले, हालेलुया, जो दुनिया का इच्छा के अनुसार का हालेलुया हालेलुया व्यभिचार का काम, गंदे काम, लुष्पन का काम, हालेलुया, मूर्ति पूजा का काम, टोना का काम, बैर का काम, झगड़ा का काम, ईर्ष्या का काम, क्रोध का काम, विरोध का काम, फूट का काम, विधर्म का काम, डाह का काम, मलवालापन का काम, लीला क्रीड़ा का काम, इस जैसा जो काम हमारे अंदर है, जो गंदगी है, जो अच्छे भूमि पर जो है, जैसे किसान उसको तैयार करता है, उसी जैसा आप अपनी मन को, अपनी जीवन को जब तैयार करेगा, आप देखना आपके जीवन में आया हुआ जो वायदा की वजह, प्रभु के दास ने बोला ये बात आपके जीवन में पूरा होगा, ये आपको होगा, ये होगा। अगर वो नहीं होता तो इस तरीके के बातें आपके शरीर में, आपकी मन के अंदर है, इसको आप एक बार निकालिए, देखना, फिर उस वचन को आप एक बार प्रभु के चरणों में रखकर प्रार्थना कीजिए, देखना तुरंत आपके जीवन में कार्य करना शुरू करेगा। സഹോദരങ്ങളെ, വിത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അത് വളരുക ചെയ്യും, അത് പൂർത്തീകരണത്തിൽ എത്തുകയും ചെയ്യും. ചിലപ്പോ ഇന്ന് തന്നെ നീ കൊയ്ത്ത് കാണത്തില്ല, പക്ഷെ കൊയ്ത്ത് കാണുന്നൊരു ദിനമുണ്ട്. അതിനുവേണ്ടി നീ കാത്തിരിക്കട്ടെ, അത് ദിവസം വരുന്നുണ്ട്. आज बोया हुआ बीज हो सकता है आज ही आप कटने की चक्कर में ना रहिए, आप उसके लिए हलेलुया प्रभु के चरणों में प्रार्थना कीजिए, हलेलुया उपवास कीजिए, हलेलुया आप हलेलुया संगति कीजिए, वचन ध्यान कीजिए। उसके लिए एक दिन आएगा, प्रभु का वायदा कभी भी ना करके नहीं, वो पूरा होगा। एक दिन वो वचन आपके जीवन में कार्य करेगा। आप देखना आपके जीवन में अद्भुत कार्य कर कर, प्रभु पर विश्वास कर कर, प्रभु के सामने आंसू बहाकर प्रार्थना कीजिए। जो भी आपकी समस्या है, जो भी आपकी जीवन की दुख है, वो दुख आपसे दूर हो जाएगा। ചില പ്രവർത്തനങ്ങൾ അന്നേരം തന്നെ നടക്കും, ചില ദൈവത്തിന്റെ വചനം അല്പം താമസിക്കും. ഉദാഹരണം പറയാം, യേശു കർത്താവ് തന്നെ 2 തരത്തിൽ 2 വട്ടം കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കും അവൻ തൊട്ട് സൗഖ്യമാക്കി. പക്ഷേ 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ സംഭവം ബൈബിളിലുണ്ട്. ആ 10 പേരെ സൗഖ്യമാക്കുമ്പോൾ യേശു പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ പോയി പുരോഹിതനെ കാണിക്കി എന്നിട്ട് വരിക, പുരോഹിതനെ കാണിപ്പീൻ. അല്ലെങ്കിൽ അതിനകത്തെ ഒരാള് മടങ്ങി വന്നു, ഒരു ശമര്യക്കാരൻ തിരിച്ചു മടങ്ങി വന്നു. അവൻ യേശുവിന് നന്ദി പറഞ്ഞു. അന്നേരം യേശു അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ പോയപ്പോൾ നീ സൗഖ്യമായി, പോയപ്പോൾ നീ സൗഖ്യമായി. മറ്റുള്ളവരെ എന്ത് ചെയ്തു? തൊട്ട് സൗഖ്യമാക്കി. ഇത് അവർ വിശ്വാസം കേട്ട് പോയപ്പോൾ ആ നിമിഷം തന്നെ യേശു തൊട്ട് സൗഖ്യമാക്കിയില്ല. അവർ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരെ സൗഖ്യമാക്കി. അല്ലെങ്കിൽ ഇന്ന് രാത്രി നീ വിശ്വസിക്കുക, ദൈവപ്രവർത്തി നിന്നെ വെളിപ്പെടും. हालेलुया। आप देखना है कुछ बातें हैं जो प्रार्थनाएं हैं तुरंत हो जाता है, कुछ प्रार्थना है समय लगता है। उससे उदाहरण बताता हूं, यीशु मसीह ने कोढ़ बीमारी को कैसे के, एक कोढ़ बीमार को प्रभु ने छूकर चंगा किया। जब 10 कोढ़ बीमार का जो जुड़ आए थे प्रभु के पास, उन्होंने उनको बोला जाओ अपने आप को याचक को दिखाओ करके, हालेलुया तुम्हारे लिए जो बलिदान है उसको करो करके बोला। जैसे वो लोग गया, उसके बाद उसमें से एक कोढ़ बीमार का बंदा वापस आया। तब उन्होंने बोला, तुम बोला पिताजी प्रभु जी हम जब जा रहे थे तभी हालेलुया चंगा हो गया। मतलब विश्वास के साथ जब आप कदम रखता है,
परमेश्वर का वचन के साथ आप जब कदम रखता है, तुरंत आपके जीवन में अद्भुत कार्य होना है। आज देखो, आज अगर आप विश्वास के साथ जो वचन आप सुने हैं प्रभु की दया का कारण का, हालेलुया, अगर आप विश्वास के साथ अपने जीवन में कदम रखिएगा तो तुरंत आपके जीवन में कार्य होना शुरू होगा। ये प्रभु की वाणी है। നിങ്ങൾ വിശ്വാസ ഇവിടെ വചനം പറയുന്നത് വചനത്തിൽ വിട്ടുപോലെ ദൃശ്യമണ്ഡലം അദൃശ്യമണ്ഡലത്തിനകത്തുള്ള പ്രവൃത്തിയാണ്. ഒന്ന്, വിശ്വസിക്കുന്നവരുടെ മേൽ അത് വ്യാപരിക്കുന്നു. हालेलुया। हम यहाँ जो आज वचन के बारे में कह रहा है, देखी चीज और अनदेखी चीज, जो देखी चीज है, हालेलुया, जो विश्वास करने वाले को, हालेलुया, जीवन में अनदेखी चीज, जो अनदेखी विश्वास को करेगा तो तुरंत वो, हालेलुया, प्रभावशाली होता है। വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അതൊരു തുടർമാനമായ പ്രോസസ്സാണ്, ഒറ്റ പ്രോസസ് അല്ല, വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു വട്ടം നീ സ്വീകരിച്ചത് ക്രിയ നിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനൊരു പൂർത്തീകരണം വരുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, വിശ്വാസത്തിന്റെ ഒരു ഉദാഹരണം എത്രത്തോളം വ്യാപ്തി വരണമെന്ന് ഉള്ള ഉദാഹരണം കൂടെ പറയാം. हालेलुया। प्रभु का वचन के अंदर बोलता है प्रभावशाली होते रहता है, मतलब एक टाइम का नहीं, वचन सुनकर वो कार्य नित्य आपकी धरती का पूरी आयु तक वो वचन कार्य करते रहता है आपके अंदर। हालेलुया। वो जैसे एक बार प्रभु का दास ने, हालेलुया, छुआ, वो चंगा हो गया, उसका मतलब नहीं है, वो वचन आपके जीवन में कार्य करते रहता है, हमेशा करते रहेगा, वो कभी खत्म नहीं होने वाला है। നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ എലീശയുടെ പ്രവചനം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രവാചകന്റെ ദാസൻ മരിച്ചുപോയി, ഭാര്യയെ മാത്രമേ ഉള്ളൂ, ഭാര്യയിടയ്ക്ക് മക്കളുണ്ട്, മക്കളെ പിടിക്കാനായിട്ട് കടക്കാർ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇവർ എല്ലാ രീതികളിലും അവർക്ക് ശൂന്യതയുടെ അവസ്ഥ ഇല്ലേ? അതൊരു ഈ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ മരിക്കാറായിരിക്കുന്നു എന്നൊക്കെ ഭാര്യ പറയുന്നു. ഹല്ലേലൂയ. പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തു അറിയാമോ? നിങ്ങൾ പോയി നിങ്ങളുടെ എന്തുകൊണ്ട് ഒരു അപ്പം ഇച്ചിരി എണ്ണയേ ഉള്ളൂ, അപ്പത്തിന് വേണ്ടിയുള്ള മാവും കുറച്ച് എണ്ണയും ഉള്ളൂ, എന്തു പറഞ്ഞ എണ്ണയ്ക്ക് വേണ്ടി തീറ്റിയ കുറെ ഭരണി പാത്രങ്ങളെ മേടിച്ചോണ്ടിരാൻ പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞത് കേട്ടിട്ട് വിശ്വാസത്തിന്റെ വചനം എന്തോ പറഞ്ഞേ, നീ പോയി പാത്രങ്ങളെ മേടിച്ചോണ്ട് വാ, അല്ലെങ്കിൽ പാത്രങ്ങളെ മേടിച്ചോണ്ട് വാ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഹൃദയത്തിൽ അത് വ്യാപരിച്ചു. സത്യം നോക്കിക്കോണേ, അവളും മക്കളും കൂടെ പോയി പാത്രം മേടിച്ചോണ്ട് വരുന്നു. പാത്രം മേടിച്ചോണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഥമടച്ചു. പ്രവാചകൻ പറഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, കൊണ്ടുവന്നപ്പോൾ എണ്ണ പകരാൻ തുടങ്ങി. ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക്, അടുത്തതിൽ നിന്ന് അടുത്തതിലേക്ക്, അടുത്തതിൽ നിന്ന് അടുത്തതിലേക്ക്, അടുത്തതിൽ നിന്ന് അടുത്തതിലേക്ക്, അവസാനം പാത്രം തീർന്നുപോയി. അന്നേരം അപ്പ ചോദിക്കുന്നു, മോനെ ഇനിയും പാത്രമില്ലേ? ഇല്ലമ്മേ, പാത്രം തീർന്നുപോയി. हालेलुया। हम देख सकता है विश्वास का बात को, जब एलिया भला राजा का किताब में एलिया नबी के पास, हालेलुया, एक भविष्यवक्ता का पत्नी आकर बुलाता, एलिया भविष्यवक्ता वहां जाते हैं, जाने के टाइम उनसे पूछता तेरे पास क्या है? बोला थोड़ा सा आटा है, थोड़ा तेल है। हालेलुया। तुरंत उन्होंने बोलता है, वो बोलता है देखो हमारा जो प्रभु का दास जब जिंदे थे, हम लोगों ने इधर उधर से थोड़े उधार लिए थे, हालेलुया, लोगों से पैसे लिए थे, हालेलुया, वो लोग सब उधार देने वाला सब अभी हमको तंग कर रहा है, अभी हमारे लिए मदद करो बोला। तब उन्होंने बोला तुम ऐसा करो, हालेलुया, तुम्हारी जो तेल है वो बर्तन में भर दो बोला। तब उन्होंने बोला हमारे घर में कितनी बर्तन है? पूछा थोड़े बर्तन है। उन्होंने क्या किया, पड़ोसी लोगों से बर्तन को इकट्ठा करने के लिए बोला। हालेलुया। पूरी देश के जो जितनी पड़ोसी थे उनकी घर में से जितनी बर्तन थे वो इकट्ठा कर कर तेल भरने लगा, एक से भरते गया। हालेलुया। जब बहुत देर तक भरते गया तो पड़ोसी का बर्तन भी खत्म हो गया। तो मम्मी ने बेटे से पूछा, बेटा और बर्तन नहीं है मामा, पूरा भर गया। मतलब बहुतेरे किंडल तेल उनकी घर में आ गया। जब बर्तन खत्म हो गया तो तेल का बढ़ना भी बंद हो गया। मतलब विश्वास के साथ जो व्यक्ति जब कदम उड़ाते हैं, हालेलुया, तब उसके जीवन में अद्भुत कार्य होता है। आपको विश्वास के साथ कदम उड़ाना पड़ेगा, तभी आपके जीवन में कार्य होगा।
ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, അവര് പാത്രം എല്ലാം മേടിച്ചോണ്ട് വന്നു ഇല്ലേ, അതെല്ലാം നിറഞ്ഞു. പക്ഷെ അവരൊരു ടാങ്കർ ലോറി മേടിച്ചോണ്ട് വന്നിരുന്നല്ലോ, ആ ടാങ്കർ മൊത്തം നിറഞ്ഞേനെ. ഹല്ലേലൂയ. हालेलुया। ഒരു उन्होंने 5000 बर्तन एक सेकंड, വലിയ ടാങ്ക് മേടിച്ചോണ്ട് വന്നിരുന്നല്ലോ, അതും നിറഞ്ഞേനെ. ഒരു 10-20 ടാങ്കർ ലോറി മേടിച്ചോണ്ട് വന്നിരുന്നല്ലോ, അതും മൊത്തം നിറഞ്ഞേനെ. നിന്റെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കട്ടെ. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. അത് നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ അത്യന്ത അളവോട് നിന്റെ ഭവനത്തിൽ, നിന്റെ സഭയിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സർവശക്തനായ ദൈവം. അല്ല, നീ നോക്കേണ്ടത് ബാബുച്ചാന്റെ പോക്കറ്റിലല്ല, നീ നോക്കേണ്ടത് ഉലകം തമ്പുരാനായ ഈ സൃഷ്ടിതാവായ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ പോക്കലേക്ക് നീ നോക്കണം. हालेलुया। आप देखना, वो विधवा बर्तन लेके आया। आज के अनुसार बोलेगा तो विधवा ने क्या किया, उधर जाकर एक टैंकर लोरी लेके आता तो वो टैंकर लोरी भर जाता। एक बहुत बड़ा टंकी अगर वो देखता उठा के लाता तो वो भी भर जाता। हालेलुया। मतलब क्या है, परमेश्वर की चरणों में किसी चीज का कमी पेशी नहीं है। हालेलुया। आप कभी भी आपकी पड़ोसी की हालेलुया उन्नति को देखो मत, आपकी विश्वासी की धन दौलत को मत देखो, आपकी हालेलुया प्रभु की ओर आप देखो। आपकी प्रभु हालेलुया हालेलुया सर्वशक्तिमान है। हालेलुया। वो उनके पास किसी चीज का कमी नहीं है। तो जितना तुम्हें जरूरत है उतना देकर तुम्हें तृप्त करने के लिए हमारा परमेश्वर काफी है। इसलिए आपका जीवन में कभी भी दुनिया की लोगों की ओर नहीं, सर्वशक्तिमान की ओर आप देख लीजिए। हाले ആമേൻ. വിശ്വസിക്കുന്ന നിങ്ങളുടെ മേൽ അത് വ്യാപരിക്കുന്നു. പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഐ കനോട്ട് ഹിയർ യു. विश्वास करने वाला लोगों पर वो प्रभावशाली है। പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്കാണ് ഇത് പറയുന്നത്. हालेलुया। प्रभु पौलोस हालेलुया तेसलोनियों का हालेलुया विश्वासियों को ये बात कहता है। എങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പോയി തെസ്സലോനിക്കയിൽ പോയി സുവിശേഷം പറഞ്ഞപ്പോൾ അതവരുടെ ജീവിതത്തിൽ വ്യാപരിച്ചതായിട്ട് നമ്മൾ അതിന്റെ ചരിത്രം കാണുന്നുണ്ട്. അവിടെയും കാണാം ഈ ദൃശ്യമണ്ഡലത്തിന്റെ അദൃശ്യമണ്ഡലത്തിന്റെയും ആ ഒരു പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കും. हालेलुया। प्रेरित पौलोस जब तेसलोनिके कलीसिया में गया, उनके बीच में जब वचन बोला तो वहां वो प्रभावशाली हुआ। वहां हम अपनी आंखों से भी देख सकता है बड़े बड़े काम प्रभु की हालेलुया दास के द्वारा उस देश में हुआ। നമുക്ക് കുറച്ച് സമയം കൂടെ ഉള്ളൂ, എങ്കിലും ടൈമിനകത്ത് എനിക്ക് നിർത്തണമല്ലോ. നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിലാണ് അതിലെ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിൽ വന്ന് അവർ അംഫിപ്പൊലോസിലും അപ്പൊല്ലോനിയിലും കൂടെ കടന്ന് അവർ തെസ്സലോനിക്കയിലെത്തി. അവിടെ വന്ന് പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷ ചെയ്തു. हालेलुया। हम देख सकता है प्रेरितों का काम 17 अध्याय का पहला वचन में हम देख सकता है प्रेरित पौलोस अम्फिपुलिस और अपोल्लोनिया होकर थिस्सलुनीके में आया। यहाँ यहूदियों का एक आराधनालय था, वहां उन्होंने सेवकाई करना शुरू किया। സോ 16-ാം അധ്യായം വായിക്കുമ്പോഴാണ് അവർ അംഫിപ്പൊലോസിലും അപ്പൊല്ലോനിയിലും കൂടി കടന്നാണ് തെസ്സലോനിക്കയിലെത്തിയത്. 16-ാം അധ്യായത്തിന്റെ കാരണം നമുക്ക് അവർ ഫിലിപ്പിയിൽ വന്നതിന് ശേഷം അവിടെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, തുയഥേരയിലെ അവിടെ വന്നപ്പോൾ ഒരു വെളിച്ചപ്പാടത്തിയായ സ്ത്രീ അല്ലെങ്കിൽ ലക്ഷണം കണ്ടുവന്ന് പൗലോസ് അപ്പോസ്തലനോട് പറയുന്നു, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ ആ രക്ഷാമാർഗം പ്രസംഗിക്കുന്നതെല്ലാം പറയുന്നു. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്തു? അവളിലുള്ള ഭൂതത്തെ, അവളിൽ വ്യാപരിച്ച ഭൂതത്തെ കണ്ടു. നോക്കിക്കോണം, പൗലോസ് അപ്പോസ്തലന്റെ അന്തർമാനത്ത് മനസ്സിനകത്ത് ദൈവാത്മാവ് വെളിപ്പെടുത്തിയത് അവർ വലിയ ദൈവത്തിന്റെ ദാസന്മാരെന്ന് പറഞ്ഞപ്പോൾ ആ പൗലോസ് അപ്പോസ്തലൻ ദർശിക്കുന്നത് അവളിലുള്ള ഭൂതത്തെയാണ്. നോക്കിക്കോണം, യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്തു? ഭൂതത്തെ അവൻ പുറത്താക്കുന്നു, ഭൂതത്തെ ശാസിക്കുന്നു. ഭൂതത്തെ ശാസിച്ചപ്പോൾ അവിടെ ഒരു പ്രവൃത്തി നടക്കുന്നു. എന്തുവാ? ജനമെല്ലാം കൂടെ ഇളകിയില്ലേ? അവിടെ ഇളകിയിട്ട് പറഞ്ഞു, ഈ മനുഷ്യന്മാർ നമ്മുടെ പട്ടണത്തെ കലക്കി. हालेलुया। जब वो लोग हम प्रेरितों का काम 16 अध्याय का 16 वचन से जब हम पढ़ते हैं, हम देख सकता है भावी कहने वाली आत्मा जिस पे था,
एक स्त्री थे, हालेलुया, वो प्रभु के दासों के पास में आकर ये कहने लगा, देखो हालेलुया, ये लोग परमेश्वर का दास है, वो हमें हमारे लिए उद्धार का मार्ग की कथा सुनाता है। मतलब वो सच्चे बातों को शैतान की आत्मा से वो बोलने के लिए लगा, हालेलुया। इसी जैसे वो बार बार जब बोला तो पौलुस को उसको घूम कर उसे हालेलुया फेर कर उसके उसी का आत्मा से कहा, यीशु मसीह के नाम से आज्ञा देता हूं कि उसमें से निकल जा। वह उसी घड़ी निकल गया। मतलब है वहां बहुत बड़ी बात बन गया, क्योंकि इनके द्वारा बहुतेरे स्वामियों को पैसा कमाई होता था। इनको जब डांटा तो उनके अंदर जो दुष्ट आत्मा था, हालेलुया, वो निकल गया। तुरंत उन्होंने उनकी लाभ जब खत्म हो गए, कमाई की आशा जाती रहने की वजह से पौलुस और सिलास को उन्होंने पकड़कर प्रधानों के पास लेकर गया। നോക്കണം അവിടെ പറയുന്നതാണ്, ഈ മനുഷ്യന്മാർ പട്ടണത്തെ കലക്കി. They changed the world upside down. हालेलुया, वहां ये बता रहा है कि ये देखो, ये लोग हमारी नगर की बड़ी हलचल मचा रहे हैं। യഥാർത്ഥത്തിൽ പൗലോസ് അപ്പോസ്തലൻ വന്ന് പട്ടണത്തെ കലക്കിയോ? ഇല്ല. അവിടെ നോക്കിക്കോണം, അവിടെ നടക്കുന്ന ഒരു ആത്മീയ മണ്ഡലത്തിനകത്ത് ദർശനിക്കുന്ന മണ്ഡലവും അദൃശ്യ മണ്ഡലവും നോക്കിക്കോണം. അവിടെ ശാസിച്ച ഭൂതത്തെ ശാസിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനം വന്നിട്ട് പറയുക, എന്തോ പറയുന്നത്, ഇവന്മാർ പട്ടണത്തെ കലക്കി. എന്തോ ആരാ ഇവരുടെ ഉള്ളിലിരിക്കുന്ന ദുരാത്മാവാ വിളിച്ചു പറയുന്നത്, ഇവന്മാര് വന്നത് അല്ലെങ്കിൽ എന്തോ കലക്കി, പട്ടണത്തെ കലക്കി. പട്ടണത്തിൽ അധിവസിച്ചിരുന്ന, പട്ടണത്തെ പിടിച്ചു വച്ചിരിക്കുന്ന, പട്ടണത്തെ ബന്ധിച്ചിരുന്ന, പട്ടണത്തിന്റെ ബന്ധനങ്ങളെ ഇവിടെ ദൈവത്തിന്റെ ദാസന്മാർ ശാസിച്ചപ്പോൾ പിശാചിന്റെ മണ്ഡലം അവിടെ നിന്ന് പോകാനിടയെ തീർന്നു. हालेलुया, हम देख सकते हैं वहां ये लोग बोलता है ये हमारी नगर की बड़ी हलचल मचाया। उन्होंने क्या किया? उन्होंने एक दुष्ट आत्मा को बाहर किया। इसका मतलब क्या है? जब आप देश के बीच में एक दुष्ट आत्मा को जब बाहर करते हैं, हालेलुया, उस देश का नगर का अंधकार का शक्ति निकलता है। हालेलुया, वही हालेलुया प्रभु का दास यहाँ किया है। हमारे द्वारा जब हम देश के बीच में अंधकार की शक्ति, हम आप किसी दुष्टात्मा को निकलते वक्त वहां का दुष्ट शक्ति, वहां का प्रधानदायी अधिकारी अंधकार का हकीम है, वो निकल जाने लगता है। वो लोगों को भड़का देते हैं, वो लोग वो हलचल है, वो लोग आपके विरुद्ध हो जाता है। ഞാൻ പറയട്ടെ, നിങ്ങൾ ഉത്തർപ്രദേശിൽ നിങ്ങൾ ആയിരിക്കുന്ന ഭവനത്തിൽ നിങ്ങൾ ദൈവസന്നിധി ആരാധിക്കുമ്പോൾ അവിടെ ചലനം സംഭവിക്കുമെന്ന് ദുഷ്ടാത്മ സേനകൾക്ക് അവിടെ ഇരിക്കാൻ സാധിക്കത്തില്ല. അവിടെ നിന്ന് ചലനം തൊട്ടും പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ആ ദേശത്തിൽ വെളിപ്പെടുന്നു, നിന്റെ ഭവനത്തിൽ അത് വെളിപ്പെടും. हालेलुया, आप उत्तर प्रदेश में होकर प्रभु की महिमा करते वक्त, हालेलुया, मैं केरल में हूं, हालेलुया, आप अपने कमरे में बैठकर जब प्रभु की महिमा करते वक्त, हालेलुया, आप देखना परमेश्वर आपके द्वारा बहुत बड़े काम, उन्नत काम आपके द्वारा करेगा। देश हिलने लगेगा, दुष्ट आत्मा भागने लगेगा, लोग चंगा पाने लगेगा। പിന്നെ കാണുവാൻ സാധിക്കുന്നത്, ഇവരെ വസ്ത്രം പിടിച്ചൂരി അവരെ മർദ്ദിച്ച് അവരെ തടവിലാക്കി ആമത്തിലിട്ട് പൂട്ടി. പക്ഷേ ആള് ക്ഷീണിച്ചിട്ടും അടി കൊണ്ടിട്ടും വേദനയേറ്റിട്ടും കൈ ആമത്തിലിട്ട് പൂട്ടിയിട്ടും അവരവരുടെ വേദനയിട്ട് പൊളഞ്ഞവിടെ കടന്നില്ല. അതിന് ക്ഷീണം തീർത്തില്ല. ആ ക്ഷീണാവസ്ഥയിലും വേദനയുടെ അവസ്ഥയിലും അവരായിരിക്കുന്ന അവസ്ഥയിൽ അതിൽ അവിടെ ഇരുന്നോണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അർദ്ധരാത്രിയിൽ അവർ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു എന്ന് ഇവിടെ കാണുന്നു. അങ്ങനെ ആരാധിച്ചപ്പോൾ അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു മാറി. അല്ലെങ്കിൽ ചങ്ങല അഴിഞ്ഞു മാറി. അവിടെ തടവുപുള്ളികൾ കേട്ടുകൊണ്ടിരുന്നു. हालेलुया, हम देख सकते हैं पौलुस और सिलास को भीड़ कर लोगों ने उनके विरोध में इकट्ठे होकर चढ़ गया और हाकिम ने उनके कपड़े फाड़ कर उतार डाले और उन्हें बेद मारने की आज्ञा दी। हालेलुया, और हम आगे देख सकता है, और बहुत बेद लगवा कर उन्हें बंदी गृह में डाला और दरोगा को आज्ञा दी कि उन्हें चौकसी से रखे। हालेलुया, उसने ऐसी आज्ञा पाकर उन्हें फितर की कोठरी में रखा और उनके पांव काट में ठोक दिए। और आगे आधी रात वो लोग आधी रात में लगभग पौलुस और सिलास
प्रार्थना करते हुए परमेश्वर की भजन गा रहे थे और बंधुए उनकी सुन रहे थे। അവിടെ പറയുന്നുണ്ട്, അവർ ആരാധിച്ചപ്പോൾ അവിടെ ദൃശ്യമണ്ഡലത്തിൽ അവർ കാണുന്നില്ലെങ്കിലും അവർ ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, അവിടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവിടെ കാണുന്ന തടവ് പുള്ളികൾ അത് കേട്ടുകൊണ്ടിരുന്നു. തടവ് പുള്ളികളുടെയും ചങ്ങലകൾ അഴിഞ്ഞു മാറുവാനിടയായിത്തീരുന്നു. അർത്ഥം ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ നിങ്ങളെ കേൾക്കുന്ന അവിശ്വാസികളുടെ വരെ ബന്ധനങ്ങൾ, അവരുടെ മേലുള്ള വ്യാപരിച്ച കുടികൊള്ളിയ ശക്തികൾ അഴിഞ്ഞു മാറുവാനിടയായിത്തീരും. അതിനുവേണ്ടി നീ ആരാധിക്കാൻ തുടങ്ങ്. നിന്റെ ഭവനത്തിൽ നീ ആരാധിക്കാൻ തുടങ്ങ്. നിന്റെ സഭയിൽ നീ ആരാധിക്കട്ടെ. അത്യന്ത ശക്തിയോടെ നീ ആരാധന മുഴക്കട്ടെ. ദൈവസന്നിധി നീ ആരാധിക്കുമ്പോൾ നിനക്ക് വേണ്ടിയുള്ള തടസ്സങ്ങളുടെ ബന്ധനം മാത്രമല്ല, നിന്നെ കേൾക്കുന്നവരുടെ വരെ അന്ധകാര മണ്ഡലങ്ങളും ചങ്ങലകളും അഴിഞ്ഞു മാറുവാനിടയായിത്തീരും. हालेलुया। मैं यहाँ देख रहा है, जब पौलोस और सिलास जब प्रार्थना करके परमेश्वर को स्तुति गीत गा रहा था, तो वहां हम देख सकता है जो साथ में जो बंधुए थे सब लोग सुन रहे थे। तुरंत बहुत बड़ा एक भूकंप हुआ। हालेलुया। पौलोस और सिलास का हालेलुया बंधन खुल गया, लेकिन साथ में सब जो भी बंधुए थे सबके बंधन खुल गया। क्या मतलब है? जब वो लोग प्रार्थना किया तो उनकी बंधन तो खुल ही गया, साथ में जितने लोग सुन रहे थे सबका भी बंधन। आज हम आपको परमेश्वर का ये वाणी देना चाहता हूं कि अगर आप देश के बीच में जहां आपको प्रभु ने नियुक्त किया है, जहां आपको प्रभु ने कमरा दिया हुआ है, जिस देश में प्रभु ने आपको रखा हुआ है, वहां मां प्रभु की चाहे कोई भी बंधन हो, दुनिया की कोई भी बंधन हो, चाहे गरीबी की हो या कमी गड्डी का हो या बीमारी का हो, कोई भी बंधन हो, आप परमेश्वर को स्तुति करो, प्रभु की आराधना करो, आपका बंधन खुलेगा ही खुलेगा। साथ में जितने लोग आपको वचन को सुनने वाला, आपकी आवाज को सुनने वाला, आपकी देश का लोगों का भी बंधन खुलेगा। ये प्रभु की वाणी है। അവർ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ആരുടെ ചങ്ങലയും പൊട്ടിയില്ല. തുടങ്ങിയ സമയത്ത് ചങ്ങല ഉണ്ടായിരുന്നു. ചങ്ങല ഇട്ടുകൊണ്ട് എല്ലാരും ആരാധിക്കുന്നു, അല്ലെങ്കിൽ ചങ്ങല ഇട്ടുകൊണ്ട് സ്തുതിക്കുന്നു. തടവ് ഉള്ളികളും കണ്ടുകൊണ്ടിരിക്കുന്നു. ആരാധിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുന്നു. അങ്ങനെയെങ്കിൽ എളുപ്പ നിമിഷം നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നീ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും നിന്റെ മുറിയിൽ ഇറങ്ങി വരുന്ന തിരു സാന്നിധ്യമുണ്ട്. അവന്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ മൺകൂടാരങ്ങളിൽ ഇറങ്ങി വരുന്നു. നിന്റെ വിഷയം എന്തുവാ, നിന്റെ പ്രശ്നം എന്തുവാ, ആ അവസ്ഥയിൽ നീ ദൈവസന്നിധിയിൽ ആരാധിക്കാൻ തുടങ്ങട്ടെ. ആരാധനയിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇരിക്കുന്ന റൂമിൽ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കട്ടെ. അല്പനിമിഷം സമയങ്ങളിൽ നീ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. हालेलुया। वहां हम देख सकते हैं पौलोस और सिलास को बंधन की वजह से वो लोग कभी भी ये नहीं सोचा हमारी बंधन खोल देता तो मैं आराधना करूंगा। बंधन के बीच में भी वो प्रभु को स्तुति करने लगा। हालेलुया। शुरुआत किया, आराधना का शुरुआत करते करते आराधना जब तेज हुआ, थोड़ी देर के बाद अर्धरात्रि में देखना आराधना के बीच में उनकी बंधन खुल गया। हालेलुया। आज मैं आपको ये प्रभु की वाणी देता हूं। आपके हो सकता आपका विषय कुछ भी अब लेके आया, प्रभु का दास लोगों ने प्रार्थना किया, चाहे कुछ भी हो, आप प्रार्थना करना शुरू करो, आप आराधना करना शुरू करो, आप प्रभु की महिमा करना शुरू करो। आपकी बंधन कितने भी बड़े हो, हालेलुया, वो देखना थोड़ी समय के बाद, हालेलुया, धीरे धीरे से जो अंधे की जगह में जो आपकी जो विश्वास है, वो विश्वास के द्वारा हालेलुया वो हालेलुया बंधन खुलकर गिरेगा। हालेलुया। जहां हम अभी आप बैठे हुए वहां थोड़ी देर प्रभु की आराधना करो, स्तुति करो, हालेलुया बोलना शुरू करो। आपकी जीवन की कोई भी बंधन हो, हालेलुया, थाली बजा बजा कर, हालेलुया, सभी लोग थोड़ी देर प्रभु की आराधना करो। रिबन मन वही शब्द जगरगदा। आज रात को प्रभु की कार्य होगा यीशु का कारखाना में। ओ रिदनमनविन प्रौढजनंतिनदारगदगद वैडंबरविनगर्कना जगरगदगल कलालमस्तरिदीतेरगद। यीशु का नाम है, यीशु का नाम है। आप आराधना करो। देखने वाला जैसे मत बैठो, आप देखने वाला जैसे मत बैठो। नाटक नहीं देख रहा है,
आप प्रभु की स्तुति करो। आप अपने बंधन को खोलना चाहते हो, आप स्तुति करो, आराधना करो, ताली बजाकर हालेलुया हालेलुया। संत कुमार जगेल रागेल आप लोग हालेलुया थाली बजाकर प्रभु की आराधना करो। आपको देखने के लिए नहीं बुलाया गया। हालेलुया प्रियंका लोग हालेलुया आराधना करो, आराधना करो। जितने लोग इधर है सब लोग आराधना करो। प्रभु आपकी बंधन को खोलना चाहते हैं। रिबनमना वैरमना अर्थोरी कड़गज्जारा हालेलुया हालेलुया। यीशु राजा हालेलुया हालेलुया। यीशु राजा धन्यवाद 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 पिताजी, धन्यवाद करते पिताजी। हालेलुया हालेलुया धन्यवाद करते। आप प्रार्थना करना शुरू करो आपके लिए। हालेलुया आराधना करने वालों के जीवन में अद्भुत कार्य होता है, प्रभु की महिमा होता है। उनकी चाहे कोई भी बीमारी हो वो तुरंत चंगा होगा। प्रभु हालेलुया आपके लिए निकल आया है। प्रभु आपकी जीवन की छुटकारा देना चाहता है। प्रभु आपकी जीवन को बदलना चाहता है। आमीन। എന്റെ പ്രസംഗത്തിന്റെ പൂർത്തീകരണം എത്തിയിട്ടില്ല, ഇനിയുമുണ്ട്. പക്ഷെ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. പക്ഷെ ഞാനിവിടെ ചുരുക്കി നിങ്ങളോട് സംസാരിക്കാം. ഇന്ന് രാത്രിയിൽ എനിക്ക് തന്നിരിക്കുന്ന സമയം അവസാനിച്ചുവെങ്കിലും ഞാനിവിടെ അവസാനിച്ചത് നിങ്ങളോട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ദൃശ്യമണ്ഡലത്തിൽ നിങ്ങൾ ഇന്ന് രാത്രിയിൽ നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. നിന്റെ വിഷയം എന്തുവാ, ആ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ നീ വിശ്വാസത്തോടെ ഏറ്റെടുക്കട്ടെ. ദൈവം നിനക്ക് വേണ്ടി अद्भुत हालेलुया। मेरा समय यहाँ समाप्त होने जा रहा है, लेकिन मैं आपके लिए प्रार्थना करना चाह रहा हूँ। आप अपनी आंखों के सामने जो विषय को देख रहा है, आप जो विश्वास करने वाले को हालेलुया आप जो कार्य कर रहा है, विश्वास करने वाले के लिए प्रभु आज रात को अद्भुत कार्य करना चाहते हैं। अद्भुत कार्य उनकी जीवन की कोई भी समस्या हो, चाहे बीमारी की समस्या हो, चाहे गरीबी की समस्या हो, जीवन की कोई भी बात हो, चाहे असमाधान अशांति की बात हो, जो प्रभु आपकी कोई भी बंधन हो, किस तरीके से दुनिया बांधा हुआ है या अपने आप बंधन हुआ है, वो बंधन को प्रभु आपको खोलना चाहते हैं। आप अपनी जगह पर हालेलुया दिल से प्रभु की स्तुति करेगा तो, प्रार्थना करेगा तो, प्रभु की महिमा करेगा तो आपको कोई नहीं देख रहा है। हालेलुया स्वर्गीय प्रभु उनकी आत्मा आपको जांच रहा है। आप प्रभु को आराधना करो। आप लोगों के हम प्रार्थना करते वक्त आप लोगों को अजीब सा आप लोग ध्यान करता है कि हालेलुया ये लोग क्या कर रहा है। आप लोग इधर नाटक नहीं कर रहा है, आपके लिए वचन सुना रहा है। आपका काम है उसको देखकर प्रार्थना करना। हालेलुया जैसे प्रभु का दास लोग बोलते उसी जैसा आप स्तुति करना। हालेलुया प्रभु की महिमा करना। हालेलुया लोग ऐसा देखता है हालेलुया इधर कोई नाटक हो रहा है, प्रभु का दास हालेलुया थाली बजाकर प्रार्थना कर रहा है, पता नहीं क्या कर रहा है। हालेलुया प्रभु के लोगों मैं आपसे विनती करता हूं, यहाँ प्रार्थना इस तरीके से ही होता है। हालेलुया ताली बजाकर हालेलुया ऊंचे आवाज में बोलकर प्रभु को आत्मा जब मनुष्यों के जीवन में आते हैं हालेलुया उनको अपना नियंत्रण नहीं होता है। हालेलुया आपको हालेलुया कृपा करके आप देखने के लिए नहीं, प्रार्थना के लिए आप जूम में आया हो। जो भी लोग जूम मीटिंग में आज बैठे हैं सभी लोग दिल से प्रार्थना कीजिए। आपकी बंधन आज खुलने का दिन है। प्रभु का दास अभी आपके लिए प्रार्थना करेगा। യേശുവേ ഞാൻ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു। प्रभु जी हम आपके बच्चों के लिए प्रार्थना करते हैं। നിന്റെ മക്കൾ ഏത് വിഷയത്താൽ ഭാരപ്പെടുന്നുവോ पिताजी आपकी बच्चा कोई भी विषय से जो परेशान हो, ആ വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ। आज रात को उस विषय के ऊपर प्रभु की दया करुणा उस पर प्रकट होने पाए। पिता നാളുകളായി അനുഭവിക്കുന്ന രോഗമണ്ഡലങ്ങളിൽ നിന്നും നിന്റെ മക്കളെ യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ സൗഖ്യപ്പെടുത്തണമേ। पिताजी सालों से जो लोग बीमार सा है पिताजी आज रात को यीशु का नाम है वो बीमारी इनकी शरीर से निकल जाकर ये लोग चंगा हो जाने पाए। പൂർണ്ണ സൗഖ്യം ഇന്ന് രാത്രി സംഭവിക്കട്ടെ। पिताजी पूर्ण रूप का चंगाई इनके जीवन में होने पाए। पिता നടുവേദനയാൽ ഭാരപ്പെടുന്നവർ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ। पिताजी कमर दर्द से जो बंदा इधर आज परेशान है वो व्यक्ति आज चंगा हो जाने पाए। पिताजी ശരീരം മുഴുവൻ വേദനയാൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തി ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിലുണ്ട്। യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു। शरीर पूरा जो दर्द से एक व्यक्ति आज ये मीटिंग में जुड़े हैं उस व्यक्ति की शरीर को पूर्ण रूप से चंगाई प्रभु दे रहा है। മാനസിക
മാനസികമായി പലപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മനസ്സിനെ ഞെരുക്കി മനസ്സിനെ ഒതുക്കി മാനസികമായി തകർന്നിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് പരിശുദ്ധം ഓർപ്പിക്കുന്നു. ഇന്ന് സൗഖ്യമാക്കുന്നു. നിനക്കൊരു സ്വാതന്ത്ര്യം യേശു തരുന്നു. पवित्र आत्मा मुझे ये याद दिला रहा है, मानसिक तरीके से व्यक्ति टूटे हुए एक व्यक्ति बहुत दिन से क्या करूं कैसे आगे बढ़ूं करके मन के अंदर बहुत टेंशन लेकर बैठा हुआ एक व्यक्ति को आज प्रभु शांति का राजकुमार का शांति आपको पूर्ण रूप से छुटकारा देकर आपके जीवन को आसाद करने जा रहा है. കർത്താവേ, ഞാൻ നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. पिताजी आपके बच्चों के लिए मैं प्रार्थना करता हूं, प्रभु की कार्य आज यहाँ बीच में होने पाए. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനം പകരണമേ. पिताजी आपके बच्चों को अच्छे बुद्धि दे. पिताजी കർത്താവേ, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവരെ ദൈവ ഉന്നമനങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിൽ എത്തിക്കണമേ. पिताजी आर्थिक अवस्था से जो लोग कमजोर है पिताजी उनके जीवन में बढ़ोतरी कीजिए. पिताजी ഇതുവരെയും യേശുവിനെ ആഴമായി ഒന്നും അറിയാൻ സംഭവിച്ചിട്ടില്ല, ആഴമായി എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ സ്വീകരിക്കണമേ, നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവമേ, ഇന്ന് രാത്രിയിലത്തെ മീറ്റിംഗിൽ പങ്കെടുത്തത് ഒരു അനുഗ്രഹകാരണമാക്കി ദൈവം മാറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. हालेलुया. जो पिताजी यीशु मसीह को बड़े गहरे से जान नहीं पाया, आज रात को लोग यीशु मसीह को अपने जीवन में बहुत गहरे से जानकर उनको उद्धार करता, उनका स्वामी उनका जीवन का एक एक पलक पर यीशु का नाम के द्वारा चलने के लिए हम लोगों के लिए प्रार्थना करते. पिताजी ഇന്ന് ഞാൻ പറയപ്പെടാത്ത വിഷയത്തിന്റെ മേൽ നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് ആ വിഷയത്തിന്റെ മേൽ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. हालेलुया. अगर मैंने यहाँ बोला नहीं आपका विषय को, आप बोल रहा होगा कि मेरा विषय के बारे में प्रभु का दास नहीं कह रहा है, वो विषय को प्रभु आज इसी समय आपके पास आकर आपकी बंधन चाहे कुछ भी हो, वो बंधन को प्रभु तोड़कर आपको आजाद कर रहा है. पिताजी आपकी संतानों को आपने छू लिया. धन्यवाद. पिताजी आपके बच्चों का परिवारों को आशीष दीजिए. पिताजी ആ ഭവനങ്ങളിൽ ഏതെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ ആ വിഷയത്തെ എല്ലാം ഏൽപ്പിക്കുന്നു. അങ്ങ് നിന്റെ മക്കൾക്ക് വേണ്ടി ഉത്തരമരുളണമേ. पिताजी उनकी घर में कौन कौन सी विषय है, वो विषय कोई भी हो पिताजी, आज उस विषयों के लिए मैं उनके लिए प्रार्थना करता हूं. वो विषय के ऊपर प्रभु की दया करुणा हालेलुया पिताजी इसी समय होने के लिए हम प्रार्थना करते हैं. पिताजी യേശു നിന്റെ മക്കളെ അങ്ങ് വിടുവിച്ചിരിക്കാൻ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. पिताजी विशेष करके जो विकलेश जो बेटा है उसके लिए प्रार्थना करते, उसको आपने चंगाई दिया. धन्यवाद. हर एक को प्रभु जी आपने आशीष दिया. धन्यवाद. ഈ സഭയെ ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ശക്തമായി ദൈവരാജ്യം വ്യാപിക്കാൻ ഉപയോഗിക്കണമേ. पिताजी हालेलुया. ये कलीसिया को आप आशीष दे, देश के छुटकारा के लिए, देश के बेदारी के लिए पिताजी आप इनको इस्तेमाल कीजिए और आशीष दीजिए. उत्तर प्रदेश ने दൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. पिताजी उत्तर प्रदेश को पिताजी आप आशीष दीजिए. पिताजी കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. प्रभु की कार्य प्रकट हुआ. धन्यवाद. यीशु मसीह की पवित्र नाम मांगते हैं. आमीन. എനിക്ക് സമയം അനുവദിച്ചെന്ന പാസ്റ്റർക്ക് വളരെ നന്ദി അറിയിക്കുന്നു. സമയം മുമ്പോട്ട് പോയി, അതിനുവേണ്ടി ക്ഷമ ചോദിക്കുന്നു. എങ്കിലും ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ അയച്ചുവെന്ന് ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. थैंक यू पास्टर. हालेलुया. हमारे बीच में आकर परमेश्वर का श्रेष्ठ वचनों को बांटने के लिए आपने समय निकाला. വളരെ നന്ദി. കർത്താവിന്റെ ദാസനെ സമയം അല്പം പോയത് കുഴപ്പമില്ല. ഞങ്ങൾക്ക് 9 മണി വരെ സമയമുണ്ട്, ഒരു പ്രശ്നമില്ല. ഹല്ലേലൂയ. ഞങ്ങൾ ബാക്കിയുള്ള സമയം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇടയ്ക്ക് കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചല്ലോ, അതുകൊണ്ട് ആ വിഷയം പ്രയാസമില്ല. വീണ്ടും ഞങ്ങളുടെ മധ്യത്തിൽ വരുവാനും ഹല്ലേലൂയ നല്ല അനുഗ്രഹിക്കട്ടെ ദൈവാലോചനകളെ പറയുവാനും സമയമെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മിനിസ്ട്രിയെയും ഹല്ലേലൂയ നിങ്ങളുടെ കുടുംബജീവിതത്തെയും ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളെയും ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. വരുവാൻ കാണിച്ച മനസ്സിനായി, ഷോർട്ട് നോട്ടീസിൽ വരുവാൻ കാണിച്ച മനസ്സിനായി നന്ദി. താങ്ക് യു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ.